ആയി മത്സരിക്കുന്ന അഭിലാഷിനെ ക്ഷണിക്കുന്നു. അഭിലാഷ് ജോൺ ഫ്രം ഫിലാഡൽഫിയ. എൻ്റെ പേര് അഭിലാഷ് ജോൺ. ഞാൻ ഫിലാഡൽഫിയയിലാണ് താമസമാക്കിയിരിക്കുന്നത്. ഫിലാഡൽഫിയയിലെ മലയാളി സംഘടനയായ പമ്പ, ഫിൽമ തുടങ്ങിയ മലയാളി സംഘടനകളുടെ പ്രവർത്തകനാണ്. വർഷം പുക്കാനയിലെ റീജിയണൽ വൈസ് പ്രസിഡന്റായി മത്സരിക്കാം എന്ന് കരുതുന്നത്. എനിവേ, ടീം ലെഗസിയുടെ ഈ ടീമിന്റെ ഒരു ഭാഗമായി തീരുവാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരുപക്ഷെ റീജിയണൽ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഫിലഡൽഫിയയിലോ മറ്റ് പെൻസിൽവാനിയ പ്രദേശങ്ങളോ അറിവുള്ളവരെ സമീപിച്ച് ഇങ്ങനെ ഒരു പയ്യൻ നല്ല പ്രായമുള്ള ഒരാൾ മത്സരിക്കുന്നുണ്ട്, വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് സഹായിക്കണം. എനിവേ, ഇതിൽ മത്സരിക്കുന്ന എല്ലാവർക്കും 1000 ആശംസകൾ നേരുന്നു. നമ്മൾ വിജയിക്കും. ടീം ലെഗസി ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും. കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റർ ബിറ്റ്സ് പെരുപ്പാട് RPP മത്സരിക്കുകയാണ് അദ്ദേഹം. ലെഗസി ടീമിന്റെ ഒരു എന്താ പറയാ, അവരുടെ ഒരു കഴിവിന് ഞങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പേ തന്നെ അറിയാം. മുമ്പ് ബാബു സ്റ്റീഫനും കലയൊക്കെ ഞങ്ങളുടെ വർക്കിന് വന്നപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ ഞങ്ങൾ ഈ ടീം ലെഗസിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഒരു പാനലിൽ കൂടെ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം അസോസിയേഷൻ, ഓൾമോസ്റ്റ് 80% അസോസിയേഷൻ ഒക്കെ തന്നെ ഈ ഒരു ടീം ലെഗസിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിലെ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അതിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം, അതിൽ ഫൊക്കാനയിലെ മെമ്പർഷിപ്പ് ഉള്ളവരോ അല്ലെങ്കിൽ ഇതിൽ വോട്ടുള്ളവരോ ഡെലിഗേറ്റ്സോ ആരും ഇല്ല, ഒക്കെ മറ്റുള്ള സംഘടനയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പൊ തീർച്ചയായിട്ടും കാനഡയിൽ നിന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും പറയാം, ഒരു 80% സംഘടനകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ടീം ലെഗസിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വോട്ടുകൾ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും ടീം ലെഗസിയെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ടീം ഈ നിലവിലുള്ള വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും തുടർന്നു കൊണ്ടുപോകാനായിട്ട് ഇവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്തതായി നിങ്ങളുടെ സ്വന്തം ജോയി കൂടാലി നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നു ഫ്രം വാഷിംഗ്ടൺ. ജോയി കൂടാലി എന്ന് വിളിക്കാൻ വേണമെങ്കിൽ അതോട് ഗുണം അറിയോ, ആ നെയിം എപ്പോഴും മനസ്സിലിരിക്കും. ഓക്കെ, ഞങ്ങളൊരു മേഴ്സിഫുൾ ചാരിറ്റി സംഘടനയുണ്ട്. ഞങ്ങളിപ്പോൾ 45 പിള്ളേരെ പഠിപ്പിക്കും. BSc നഴ്സിംഗ് പിള്ളേർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ പ്രസിഡന്റ് ഞാൻ. അപ്പം ഞാൻ അതിൻ്റെ മെമ്പേഴ്സ് കൂട്ടിയുണ്ട്, കുറേ ആൾക്കാരെ കൂടി ഉണ്ട്. അപ്പം ഞാൻ പറയാന്ന് വെച്ചാൽ ഇതൊരു നല്ല ടീമാണ്. അതായത് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് പ്ലാൻഡ് ടീമാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ക്വാളിഫൈഡ് മെമ്പേഴ്സാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും കൂടി വിജയിപ്പിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയണം. അതായത് നിങ്ങളുടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇത് ഈ ലെഗസി ടീം ഇത്രയും നല്ല ക്വാളിഫൈഡ് ടീമാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവർ വിജയിപ്പിക്കണം എന്ന് പറയണം. ഞാനൊരു പ്രസംഗനല്ല, അതുകൊണ്ട് സോറി. താങ്ക് യു. നാഷണൽ കമ്മിറ്റി മെമ്പറായി മത്സരിക്കുന്ന ഫിലിപ്പ് പണിക്കർ അല്ലെങ്കിൽ സണ്ണി പണിക്കർ ഫ്രം ന്യൂയോർക്ക്. എൻ്റെ പേര് സണ്ണി പണിക്കർ, ഒഫീഷ്യൽ പേര് ഫിലിപ്പ് പണിക്കർ എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ഓർത്തോണം, ഫിലിപ്പ് പണിക്കർ സണ്ണി പണിക്കർ ഒന്നാണ്. കേരള സമാജം ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയറാണ്. കേരള സമാജത്തിന് വലിയൊരു അഭിമാനം, ഈക്വലി പ്രാവശ്യം വലിയ അഭിമാനമുണ്ട്. കാര്യം ഈ ലെഗസിയുടെ മെമ്പേഴ്സും അതിൽ പ്രവർത്തിക്കുന്നവരും ഞങ്ങളെ വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നമ്മൾക്ക് ഈ ടീം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. In advance, I congratulate you, Kalashaki and team, for their success and winning the election. Thank you. അടുത്തതായിട്ട് ഫിലാഡൽഫിയയുടെ എല്ലാമായ മിസ്റ്റർ റോണി വർഗീസ് നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുകയാണ്. എൻ്റെ പേര് റോണി വർഗീസ്. ഫിലഡൽഫിയയിലെ 25-ൽ പരം വർഷങ്ങളായി ഫിലഡൽഫിയയുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പമ്പ മലയാളി അസോസിയേഷൻ, ഒത്തിരി നേതാക്കളെ സമ്മാനിച്ച പമ്പ മലയാളി അസോസിയേഷനാണ് എന്നോട് കലയുടെ പാനലിൽ നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്. അത് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഞാനത് സ്വീകരിച്ചു. കാരണം ബഹുമുഖ പ്രതിഭയായ കലയുടെ നേതൃത്വത്തിൽ ഈ ഫോട്ടോയിൽ കാണുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പ്രാവീണ്യം തെളിയിച്ച
ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ ഫൊക്കാന ഒരു വലിയ വിജയത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ മാനിഫെസ്റ്റോ ഒരു രാത്രിയിൽ ദിവാസ്വപ്നം പോലെ കണ്ട് മറയുന്ന ഒരു സ്വപ്നമല്ല കലയുടെ മാനിഫെസ്റ്റോ. അത് നടപ്പാകുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പാനലിലുള്ള എല്ലാവർക്കും റോയ് പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്നേഹവും ആദരവും നൽകി എല്ലാവരെയും വിജയിപ്പിക്കണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ന്യൂയോർക്കിലുള്ള ഒരു പൊളിറ്റീഷ്യനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്, മിസ്റ്റർ ടോം നൈന. My name is Thomas Niner. I come from Hudson Valley Malayali Association from Rockland County, New York. We heard all the manifestos and things of that nature. I want to keep it short and simple. Please support our team. It's the best team. That's one of the reasons why I joined. If you ask all my friends here, for the last 30 years I've been involved in Focana. I've never run for anything. But because a good friend called me up, I said, sure. So I will support our team and bring the delegates to you guys. Thank you very much and be well. Mr. Joe Matthew from Canada. എൻ്റെ പേര് ജോ മാത്യു, ടൊറോണ്ടോ മലയാളി സമാജം. ഡോക്ടർ കലാഷാഹി നയിക്കുന്ന ലെഗസി ടീം അതിൻ്റെ സുതാര്യതയും അതിൻ്റെ കർത്തവ്യനിരതയും നിങ്ങളെല്ലാവരും കേട്ടതാണ്. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഫൊക്കാനയ്ക്ക് എന്തോ ഒരു ശക്തി പുതുതായി വന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ ലെഗസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് എല്ലാ തരത്തിലും ലീഡേഴ്സായ കുറേ ടീമാണ് ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഇവിടെ ഇരിക്കുന്നത്. ഡോക്ടർ കലാഷാഹി എല്ലാവരെയും ഇവിടെ പറഞ്ഞതുപോലെ അവരവരുടെ കഴിവുകളിൽ പ്രാവീണ്യം നേടിയ ഓരോ കാൻഡിഡേറ്റ്സിനെ അല്ലെ ഓരോ നമ്മളുടെ സമൂഹത്തിലെ ലീഡേഴ്സിനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല ഒരു ഗ്രൂപ്പ്, ഇതിൽ നല്ല ഒരു ലീഡർഷിപ്പ്, ഈ ലെഗസി കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഇവിടെ പറഞ്ഞ 40 വർഷത്തിന് മുൻപുള്ള 40 വർഷങ്ങളായിട്ടുള്ള ലെഗസിയും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ പെട്ടെന്ന് കണ്ട ആ ഊർജ്ജസ്ഥലതയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ടീം വേണ്ടതായിട്ട് നമുക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കലാഷാഹി നയിക്കുന്ന ഈ ലെഗസി ടീമിന് തരണമേ എന്ന് വളരെ വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ റോബർട്ട് ജോൺ അരീച്ചറ, അദ്ദേഹം ന്യൂയോർക്കിൽ നിന്നാണ് നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ടെന്നറിയാത്തൊരീ യാത്രയിൽ, എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ടെന്നറിയാത്തൊരീ യാത്രയിൽ, ഇന്നിനി നമ്മളിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇന്നിനി നമ്മളിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കാവൽ നിന്നിടണം. മാമ്പൂരുക്കുന്ന വേനലിനെ, കണ്ണിമാങ്ങകൾ തല്ലിക്കൊഴിക്കുന്ന കാറ്റിന്, കുഞ്ഞിന്റെ പൊക്കളിൽ നോക്കിയിരുന്നതിൻ കന്നീളം ചോരയുറ്റുന്നൊരോന്തിന്, പോത്തിൻ പുറത്തെത്തുന്ന രൂപത്തെ ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും, ഓർത്തു നടുങ്ങും കിടാങ്ങൾ നാം ഇപ്പോഴും. എൻ്റെ സംഘടനയുടെ പേര് ഹട്മ എന്നാണ്. ഹഡ്സൺ മലയാളി അസോസിയേഷൻ, ന്യൂയോർക്കിൽ നിന്നാണ്. ഞങ്ങൾ 2 പേര് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു യുവജനങ്ങളുടെ ഒരു സംഘടനയാണ്. എൻ്റെ ഹഡ്മയിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് ഞാൻ. തല നരച്ച ഒരാളാണ് എന്നെ പ്രസിഡന്റ് ആക്കിയതാണ്. കുറേ ചെറുപ്പക്കാരുടെ ഒരു സംഘടനയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു അംഗീകാരം തുടക്കത്തിലെ തരികയാണെങ്കിൽ തീർച്ചയായും വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. ഞാൻ അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയായ ഷെയ്മി ജേക്കബ്, ഞങ്ങളെ 2 പേരെയും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്ന് വിജയിപ്പിക്കണം. ടീം ലെഗസിക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾ ശക്തിയുക്തം തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു. വാഷിംഗ്ടണിന്റെ സ്വന്തം ഡോക്ടർ നീന ഈപ്പൻ. നീനയ്ക്ക് വേണ്ടി മിസ്റ്റർ ജോയി സംസാരിക്കും. മലയാളികളുടെ എല്ലാ ആവശ്യങ്ങളും കൂടിയെത്തുന്ന ഡോക്ടർ നീന ഈപ്പനെ ഫൊക്കാനയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിക്കുന്നതിന്
വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളിക്കാരത്തിൻ്റെ മകൻ ഫിലോഡൽഫിയയിൽ ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാൻ വേണ്ടി എത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ലെഗസി ടീമിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ പറഞ്ഞതനുസരിച്ച് 40 കൊല്ലമായി ഈ ഫൊക്കാന ഉണ്ടായിട്ട്, പക്ഷേ 40 കൊല്ലമായിട്ട് ഈ ഫൊക്കാന ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ ഫൊക്കാനയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയായി തൊട്ടിയിൽ കിടന്നു, അതിനെ എടുത്ത് കുളിപ്പിച്ച് ഒളിമ്പിക്സിൽ ഓടിക്കുന്ന ഓട്ടക്കാരനാക്കി മാറ്റിയ ഈ ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള കലയടക്കമുള്ള ടീമാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിലൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്, നിങ്ങൾ കൊളുത്തിയ ദീപശിഖ നിങ്ങൾ കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് കെടാതെ സൂക്ഷിക്കാനുള്ള ഈ പുതിയ കലാലയത്തുള്ള ടീമിനെ കരകളിൽ ഏൽപ്പിക്കണം എന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. ഇവർക്ക് എല്ലാവിധ ആശംസകളും അവിടെ ബാൾട്ടിമോറിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ സംഘടനയായ മേഴ്സിഫുൾ ചാരിറ്റിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മിസ്റ്റർ ഷെയ്ബി ജേക്കബ് ഫ്രം ന്യൂയോർക്ക്. അദ്ദേഹം നാഷണൽ കമ്മിറ്റിയിലേക്ക് മത്സരിക്കുകയാണ്. Robert Varnamule. I'm part of HUTMA's secretary. Also, I'm managing faculty. I used to teach IT. I'm also highly involved in a lot of voluntary activities. I'm part of the New York State Asian American Pacific Islander group. Highly involved in New York State. That's kind of a gist of what I do. Apart from that, I highly recommend this team. I'm pretty new and I learned a lot about this team. I'm very honored and blessed to be part of this team. All the best, and I want to wish you all to continue to support this team, and my heartfelt thanks to the team for giving me this opportunity. Thank you. ബോർഡ് ഓഫ് ട്രസ്റ്റിയിലേക്ക് നമുക്ക് 3 പേരാണ് മത്സരിക്കുന്നത്. അതിൽ ഒരാൾ മാത്രമേ ഇന്നിവിടെ സന്നിഹിതനായിട്ടുള്ളൂ. അതുകൊണ്ട് മിസ്റ്റർ സുധാ കർത്തായെ ക്ഷണിക്കുന്നു. പ്രബുദ്ധമായ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഓരോ വ്യക്തികളാണ് ഇന്നീ സദസ്സിലുള്ളത്. കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ താലോലിക്കുന്ന ജനാധിപത്യ വിശ്വാസവും സാമൂഹ്യ കൂട്ടായ്മയിലുള്ള വിശ്വാസവും എല്ലാം തന്നെ പ്രതിഫലിച്ചതായിരിക്കാം 40 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രവാസി സമൂഹത്തിൽ ഫൊക്കാന എന്ന വേദി ഉടലെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത്. 40 വർഷം മുമ്പുണ്ടായ സാഹചര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്നത്തെ സാഹചര്യം. അപ്പോൾ പല കാലഘട്ടങ്ങളിലും മാറി വരുമ്പോൾ ചിലപ്പോൾ സജീവമാവും, ചിലപ്പോൾ സജീവമല്ലാതെ മാറിയിട്ട്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഡോക്ടർ ബാബു സ്റ്റീഫൻ കലാ ടീം വന്നു കഴിഞ്ഞപ്പോഴും ഫൊക്കാനയ്ക്ക് ഒരു പുതിയ ഉണർവ് എനിക്ക് കാണാൻ സാധിച്ചു. പല സന്ദർഭങ്ങളിലും ഇതിനെ ഒരു വിഭാഗീയ തലങ്ങളിൽ മാറ്റി ഇതിൻ്റെ അധികാര സ്ഥാനങ്ങൾ നമ്മൾ മാറിക്കണ്ടപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തുടർന്ന സമീപനമായിട്ട് എല്ലാ മലയാളികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനായിട്ട് ഒരു പ്രത്യേക ശ്രമം, ഒരു പ്രത്യേക താല്പര്യം അത് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫൊക്കാനയുടെ ഭാഗമായിട്ട് കല നയിക്കുന്ന ലെഗസി ടീമിൻ്റെ ഭാഗമാകുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കല വർഷങ്ങളായിട്ട് ഞാൻ അറിയുന്നതാണ്. എങ്കിലും അടുത്ത കാലത്ത് ഫൊക്കാനയെ ഒരുമിച്ച് നിർത്തുവാനായിട്ട്, ഒരു ഏകത്വത്തിൽ കൊണ്ടുവരുവാനായിട്ട് കല ബാബു സ്റ്റീഫൻ ടീം നയിച്ചത് തീർച്ചയായിട്ടും അവരെ അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ താഴ്ത്തെഴുതി വെച്ചിട്ട് വി സ്റ്റാൻഡ് ഫോർ വൺ ഫൊക്കാന. അത് പ്രാവർത്തികമായിട്ട് ഉടനെ കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് പ്രാവർത്തികമായിട്ട് കൊണ്ടുവന്ന ഒരു നേതാവാണ് ഡോക്ടർ കലാഷ്. കലാഷാഹിയെ ഇവിടെ അഭിനന്ദിക്കുകയാണ്. കലാഷാഹിയുടെ അടുത്ത ടീമിൽ ഭാഗഭാക്കാകുവാനുള്ള എനിക്ക് ഈ അവസരം കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെയും കൂടി അതിൻ്റെ ഭാഗഭാക്കായിട്ട് ജയിപ്പിക്കാനുള്ള താല്പര്യം കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. അടുത്തതായി ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റി മെമ്പറും പ്രമുഖനായ വ്യക്തിയുമായ മിസ്റ്റർ ജോസഫ് കുര്യാപ്പുറത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജോസഫ്
കുര്യപ്പുറം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡോക്ടർ ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തിൽ കലാശാഖി അടങ്ങുന്ന ഒരു ടീം വന്നു. അപ്പോൾ ആ ടീം വന്നപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ, ബാബു സ്റ്റീഫൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു എക്സ്റ്റൻഡ് ഹാൻഡ് ഞങ്ങൾ നീട്ടി നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ പല സംസാരങ്ങൾ നടന്നതിൻ്റെ അവസാനം ഒരു കൂടിച്ചേരലുണ്ടായി. ആ കൂടിച്ചേരലിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ചില നല്ല പ്രവൃത്തികളെ ഞങ്ങൾ അംഗീകരിച്ചതുകൊണ്ടാണ്. ആ അംഗീകാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആ കൂടിച്ചേരല് ഒരു പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് കലാശാഖി എന്ന സെക്രട്ടറി, ഒരു സ്ത്രീ നിർവഹിച്ച സേവനങ്ങളെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും അറിയാതെ. ശ്രീമതി കലാശാഖിയുടെ കൂട്ടത്തിലുള്ള ടീമിനെ ഒരുപാട് പേര് പുതിയ ആൾക്കാരുണ്ട്, വളരെ സെലക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സാണ്. എല്ലാവർക്കും ഈ അവസരത്തിൽ വിജയാശംസകൾ നേരുന്നു. ഫൊക്കാന ഒന്നേ ഉള്ളൂ, ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ നോർത്ത് അമേരിക്ക. അതിൻ്റെ ബാനറിന്റെ കീഴിൽ അണിനിരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ ടീമിനും ഒരിക്കൽ കൂടി വിജയാശംസ നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് കാനഡയുടെ ഗർജിക്കുന്ന സംഘം മുൻ ഫൊക്കാന ജോയിന്റ് ട്രഷറർ മിസ്റ്റർ സണ്ണി ജോസഫിനെ ഇവർക്ക് വിജയ ആശംസകൾ അർപ്പിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മളൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളാനും അതുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത് എന്ന് നോക്കുന്നതിന് പകരം എന്റെ ഫോട്ടോയും എന്റെ പേരും എന്നെ മാത്രം പൊക്കി പിടിക്കുന്ന ഒരു രീതിയിലോട്ട് മാറുമ്പോൾ ആൾക്കാർക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു അകൽച്ച, അതിന്റെ ഒരു പ്രതിഫലനമാണ് ലക്ഷ്യം. നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് പരിശ്രമിച്ച് ഓരോരുത്തരെ കൊണ്ടുവന്ന് നമ്മുടെ ടീമിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഈ മാറ്റം പ്രാവർത്തികമാക്കണം. എല്ലാവരും അടുത്തത് വിജയാശംസകൾ അർപ്പിക്കുവാനായിട്ട് ഇപ്പോഴത്തെ നാഷണൽ കമ്മിറ്റി മെമ്പറായ മിസ്റ്റർ അലക്സ് തോമസ് ഫ്രം ഫിലഡൽഫിയ. ഫിലഡൽഫിയയിലുള്ള പമ്പ മലയാളി അസോസിയേഷനിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഇന്ന് 11ഓളം ആളുകൾ ഈ പമ്പ അസോസിയേഷനിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഈ ഡോക്ടർ കലാശാഹിയുടെ നേതൃത്വമുള്ള ഈ ടീം ലെഗസി ഗ്രൂപ്പിനെ വിജയിപ്പിക്കുവാനായിട്ടും അതിനെ ആഹ്വാനം ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് 11 പേർ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഈ ടീമിൽ ഇരിക്കുന്നവർ ഓരോരുത്തരും വിവിധ തരത്തിൽ പ്രവർത്തിച്ച് അവരുടെ കലകളെയും അവരുടെ കഴിവുകളെയും തെളിയിച്ചിട്ടുള്ളവർ. അതുകൊണ്ട് ഈ ലെഗസി ടീമിനെ നിങ്ങൾക്കറിയാൻ, എനിക്ക് പരിചയമുള്ളവർ ന്യൂയോർക്കിൽ പലരുണ്ട്, പല സ്ഥലത്തുണ്ട്, എനിക്ക് അവരോട് പറയാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഉള്ളവർക്ക് ചിക്കാഗോയിൽ പറയാൻ, ചിക്കാഗോയിലുള്ളവർക്ക് ടെക്സാസിലോട്ട് വിളിച്ചു പറയാൻ പരിചയക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഡെലിഗേറ്റ്സിനെ വിളിച്ചു പറഞ്ഞ് വോട്ട് ചെയ്യിച്ച് ഈ ടീമിനെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നാഷണൽ കമ്മിറ്റി മെമ്പറായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ബിനു പോൾ. കലാശിയുടെ നേതൃത്വത്തിലുള്ള ഈ ലെഗസി ടീമിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവരെ അടുത്ത വർഷം ഈ വർഷം വിജയിപ്പിച്ച് അവരെ അധികാരത്തിൽ ഇറങ്ങണമെന്ന് ഞാൻ എല്ലാവരോടും താഴ്ത്തി അന്വേഷിക്കുന്നു. താങ്ക് യു. മാധ്യമരംഗത്തെ കുലപ്രതിഭയായ മിസ്റ്റർ വിൻസെന്റ് ഇമ്മാനുവൽ ഫ്രം ഫിലഡൽഫിയ. ഫൊക്കാനയുടെ വളർച്ചയും തകർച്ചയും വീണ്ടുള്ള വളർച്ചയും നോക്കിക്കാണുന്ന, പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ആദ്യമായിട്ട് ഒരു സ്ത്രീ ഇവിടെ പ്രസിഡന്റായിട്ട് നിൽക്കണം. ലെഗസി ലീഡ് ചെയ്യുന്ന ഡോക്ടർ കലാശാഖി സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഒരാളിവിടെ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു ഇതിൽ നടക്കണ പല കാര്യങ്ങളും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ അറ്റ്ലീസ്റ്റ് മേക്ക് എൻ എഫേർട്ട്. നമുക്ക് എന്താ നടക്കണമെന്നുള്ളതല്ല. Unless we try, we don't know what's going to happen. Once again, congratulations, and I hope that you look forward that you will win the election. ഇവിടെയുള്ള ലോക്കൽ സംഘടനകളിൽ നിന്നുള്ള പ്രമുഖരായ നേതാക്കന്മാർ, അതിൻ്റെ പ്രസിഡന്റ്, കറന്റ് പ്രസിഡന്റ്, പാസ്റ്റ് പ്രസിഡന്റ്, മറ്റു ഒഫീഷ്യൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഓരോ മിനിറ്റ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഒരു ചെറിയ ആശംസ പറയുന്നതിനായിട്ട്. ആദ്യമായിട്ട് ഞാൻ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടൻ്റെ കറന്റ് പ്രസിഡന്റ് ശ്രീമതി സുഷ്മ പ്രവീണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാഴ്ചയെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഒരു സീരീസ് തന്നെയുണ്ട്, ഒരു സീരിയൽ പോലെ സീരീസ് നമുക്ക് പറയാം. അത്രയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഒരുമിച്ച് നിന്ന് ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ
ഒന്നുകൂടി നന്നാവും. ഇവിടെ ഇപ്പോൾ യു ടോക്ട് അബൌട്ട് യൂത്ത് ഫെസ്റ്റിവൽ, വി ആർ ഓൾറെഡി ഡൂയിങ് 2 അസോസിയേഷൻ ഇവിടെ യൂത്ത് ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാഷണൽ അസോസിയേഷനെ സപ്പോർട്ട് കൂടി ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ അത് സംതിങ് ഐ തോട്ട് ഇറ്റ് ബി നൈസ്. പിന്നെ ഹെൽപ്പ് ലൈൻ, ദീസ് ആർ സംതിങ്സ് വി നീഡ് ഹിയർ. ഇവിടുത്തെ മലയാളികൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഹെൽപ്പ് ലൈനും ഇങ്ങനത്തെ നല്ല നല്ല പ്രോഗ്രാംസ്. സോ വിഷിംഗ് ടീം ലെഗസി ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഫോർ ഹാവിംഗ് us here and thank you. കേരള കൾച്ചറൽ സൊസൈറ്റിയുടെ കറന്റ് പ്രസിഡന്റായ ശ്രീ സുരേഷ് നായരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കലയെപ്പറ്റി ഇവിടെ ആരോട് പറയേണ്ട കാര്യമില്ല. വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടുത്തെ വാഷിംഗ്ടൺ DC മലയാളികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രൊഫഷണലായിട്ടും കലാപരമായിട്ടും പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വാഷിംഗ്ടൺ DC എന്നുള്ള കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഇവിടുത്തെ ലോക്കൽ അസോസിയേഷൻ കേരള കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. അപ്പോൾ നമ്മുടെ ഒരുമിച്ച് പല ഇതിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പണ്ട് തൊട്ടേ കുട്ടികളെയൊക്കെ എൻ്റെ മകളും ഇതുപോലെ കലയുടെ കൂടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പല പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായും അടുത്തറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഈ നാഷണൽ ഒരു പാനലിനെ പ്രസൻറ്റ് ചെയ്ത് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു പാനലാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കലയ്ക്കും നിങ്ങളുടെ ലെഗസി ടീമിന്, കലയുടെ ലെഗസി ടീമിനും വേണ്ടിയിട്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. കേരള കൾച്ചറൽ സൊസൈറ്റിയുടെ ഫോർമർ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റായ ശ്രീമതി ബീന ടോം. പൊതുവായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പൊതുവായ പ്രവർത്തന മേഖലയിലുള്ളവരാണ് മലയാളി സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. അങ്ങനെ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിങ്ങളെല്ലാവരെയും കാണാനും നേരിൽ കാണാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെ സന്തോഷം. പല കാര്യങ്ങളും ഇവിടെ പല കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കി തന്നതിനും ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ ലെഗസി ടീമിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തത് ഒരു ആശംസ പറയുവാനായിട്ട് ശൈലി പ്രഭാകരനെ ക്ഷണിക്കുന്നു. ഈ സംഘടനയെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കലാഷാഹിയുടെ നേതൃത്വത്തിൽ ഉള്ള ഈ ടീമിന് കഴിയുമെന്ന് എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട്. കേരള കൾച്ചറൽ സൊസൈറ്റിയുടെയും നമ്മുടെ ഈ വാഷിംഗ്ടൺ DC-യിലുള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം.